ഇന്ന് ഏതാണ്ട് 300 കിലോമീറ്ററുകളിലധികം യാത്ര ചെയ്ത് പ്രിയപ്പെട്ടവരുമായി കൂട്ടായ്മ ആചരിക്കുവാൻ കർത്താവ് സഹായിച്ചു. ജമുയ് ജില്ലയിൽ ഇന്ന് ഞങ്ങൾ കടന്നുപോയി. അവിടെ കോരിത്തരിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ദൈവം സഹായിച്ചു. ജെയിംസ് പാസ്റ്ററുടെ വൈഫ് പറഞ്ഞ സാക്ഷ്യം, രാത്രിയിൽ ഒരു ടെലിഫോൺ ആശുപത്രിയിൽ നിന്നും വന്നു. ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രാത്രിയിൽ അവരവിടേക്ക് ചെന്നു. അപ്പോൾ ആ സഹോദരി ചില മണിക്കൂറുകളായി ആശുപത്രിയിലാണ്. കണ്ണു തുറക്കുന്നില്ല, ഏതാണ്ട് അബോധാവസ്ഥയിലാണ്, റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഈ കുടുംബം അവിടെ കടന്നുപോയി പ്രാർത്ഥിച്ച് 5 മിനിറ്റുകൾക്കകം എത്രയോ മണിക്കൂറുകൾ അബോധാവസ്ഥയിലായിരുന്ന ആ പെൺകുട്ടി കണ്ണുകൾ തുറന്നു. ദൈവം അവൾക്ക് സൗഖ്യം കൊടുത്തു. അടുത്ത ദിവസം വീണ്ടും രാത്രിയിൽ ഒരു ഫോൺ കോൾ വന്നു ആശുപത്രിയിൽ നിന്ന്. അവിടേക്ക് ചെല്ലുവാൻ പറഞ്ഞു. പാതിരാത്രിയിൽ അവിടേക്ക് പോകുവാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അവർ അഡ്രസ്സ് മനസ്സിലാക്കി. നോക്കിയപ്പോൾ ഇതാ ഒരു കൂട്ടം ആളുകൾ, 3 പേർ വീടിൻ്റെ അടുക്കൽ വന്നു. അവിടെയാണ് ചില ആഴ്ചകൾക്ക് മുൻപ് ഒരു ദൈവദാസനെ ക്രൂരമായി മർദ്ദിച്ചത്. അവർക്ക് ഉള്ളിൽ അല്പം ഭയം തോന്നി. എന്തിനായിരിക്കും ഈ പാതിരാത്രിയിൽ മോട്ടോർ സൈക്കിളിൽ ആളുകൾ വന്ന് നോക്കിയിട്ട് പോയത്? വീണ്ടും അവരെത്തി. അവരോടൊപ്പം ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവർക്ക് നടക്കുവാനൊക്കെ വളരെ ബുദ്ധിമുട്ട്. അവരുമായി ആ വീട്ടിലേക്ക് വന്നു. പ്രാർത്ഥിക്കണം. കാരണം അവിടെയുള്ള ഡോക്ടറുടെ അസിസ്റ്റൻ്റ് അന്ന് നമ്പർ മേടിച്ചിരുന്നു. അവരാണ് ഇവർക്ക് ഈ നമ്പർ കൊടുത്തത്. ഡോക്ടർമാർ പരിശ്രമിച്ചിട്ടും കണ്ണു തുറക്കാത്ത കുട്ടി പ്രാർത്ഥിച്ചപ്പോൾ കണ്ണു തുറന്നത് ഇവർ തൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അങ്ങനെ വന്നതാണ്. പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. ആ കുട്ടിക്ക് ദൈവം സൗഖ്യം നൽകി. പാതിരാത്രിയിൽ ഭവനത്തിൽ വന്ന ആ കുട്ടിക്ക് പ്രാർത്ഥനയിലൂടെ യേശു സൗഖ്യം നൽകി. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട പല സാക്ഷ്യങ്ങൾ കേട്ട് വീണ്ടും ഞങ്ങൾ തിരികെ ദയാവിഹാറിലെത്തി. വൈകുന്നേരം അവിടെയുള്ള ആളുകളുമായി ചേർന്ന്, നമ്മുടെ കൂട്ടുപ്രവർത്തകരുമായി ചേർന്ന് 8 മണിക്ക് രാത്രി ഒരു ചെറിയ ഡിവോഷൻ നടത്തി. നല്ല ക്ഷീണമുണ്ടായിരുന്നെങ്കിലും നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയായിരുന്നു. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നത്, അതിൻ്റെ കാരണം 2 പത്രോസ് 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ അല്പമായി ധ്യാനിച്ചു. കർത്താവിൻ്റെ പ്രോമിസസ്, തൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. പിന്നെ എന്താണ് യേശു വരുവാൻ താമസിക്കുന്നത്? എല്ലാവർക്കും രക്ഷയ്ക്കായുള്ള അവസരം ലഭിക്കണം. അതിനുവേണ്ടിയാണ്. അതുകൊണ്ടാണ് യേശു താമസിക്കുന്നത്. നമ്മുടെ ഉത്തരവാദിത്വത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന വചനം. ആ ഡിവോഷൻ കഴിഞ്ഞപ്പോൾ തോമസ് അപ്പച്ചൻ എന്നോട് പറഞ്ഞു, സാറേ, ഞാനും ഈ സാബു സാറും ഒരേ സ്റ്റേഷനിലായിരുന്നു, ഒരേ സ്റ്റേഷൻ്റെ പരിധിയിലായിരുന്നു. രാജക്കാട് സ്റ്റേഷനിൽ സാബു സഹോദരൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നപ്പോൾ തോമസ് അപ്പച്ചൻ്റെ പേരും അതേ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടല്ല, എന്തോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നയാളായിട്ടല്ല, ഒരു റൗഡിയുടെ പേരിൽ ആ സ്റ്റേഷനിൽ താൻ എത്രയോ തവണ കയറി ഇറങ്ങി. താൻ ആ സ്റ്റേഷനിലെ സ്ഥിരം സന്ദർശകനായിരുന്നു. തന്നെ ആ പോലീസുകാരറിഞ്ഞത്
ആ പോലീസ് സ്റ്റേഷനിൽ തൻ്റെ പേരെഴുതി വെച്ചത് ഒരു റൗഡി എന്ന നിലയിലാണ്. ഒരു പ്രശ്നക്കാരൻ എന്ന പേരിലാണ് താൻ ആ സ്റ്റേഷനിൽ അറിയപ്പെട്ടിരുന്നത്, തൻ്റെ പേർ എഴുതി വച്ചിരുന്നത്. എന്നാൽ ഇതാ രാജക്കാടിലെ പോലീസ് ഓഫീസറും രാജക്കാടിലെ റൗഡിയും രണ്ടുപേരും ബീഹാറിൽ. സാബു സാറ് തൻ്റെ പോലീസ് ഉദ്യോഗം 6 വർഷങ്ങൾ ബാക്കിയുള്ളപ്പോൾ, താനൊരു പോലീസ് ഓഫീസറായിരിക്കുമ്പോൾ തൻ്റെ ജോലി രാജിവെച്ച് ഇന്ന് നമ്മളോടൊപ്പം ബീഹാറിലെ സുവിശേഷകനാണ്. തൻ്റെ ഭാര്യയോടൊപ്പം ഗ്രാമങ്ങൾ സന്ദർശിച്ച് തളർന്നു കിടക്കുന്നവരെ ശുശ്രൂഷിക്കുന്നു. ആ ഗ്രാമങ്ങളിലേക്ക് തൻ്റെ ഭാര്യയുമായി വാഹനമോടിച്ച് പോകുന്നു. തൻ്റെ ഭാര്യ നേഴ്സാണ്. അവരെ ശുശ്രൂഷിക്കുമ്പോൾ താനൊരു അസിസ്റ്റൻ്റാണ്. അതെ, ഇന്ന് പോയത് 8 വർഷമായി തളർന്നു കിടക്കുന്ന ചെറുപ്പക്കാരനായ ഒരു സഹോദരനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെ പലരുടെയും ഭവനത്തിലേക്ക് കടന്നുപോയി അവരുടെ ശരീരത്തെ ശുശ്രൂഷിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ യേശുവിനെ എത്തിക്കുവാൻ ശ്രമിക്കുന്നു. സുവിശേഷം പങ്കുവയ്ക്കും. തോമസ് അങ്കിള് തൻ്റെ മകൻ്റെ വിവാഹത്തോടനുബന്ധിച്ച് വന്നതാണ്. മകൻ്റെ വിവാഹം ഇവിടെയാണ് നടന്നത്. മകൻ നമ്മളുടെ കൂട്ടു സഹോദരനാണ്, സുവിശേഷകനാണ്. ഇവിടെ വന്നപ്പോൾ തോമസ് പാസ്റ്റർ അങ്കിളിനും ഇവിടെ നിൽക്കുവാൻ ആഗ്രഹം. താനും ബീഹാറിൽ തുടരുകയാണ്. ബീഹാറിലെ ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്ത് സുവിശേഷം എത്തിക്കുകയാണ്. താനിന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, വിളിച്ചിട്ട് പറഞ്ഞു, ദൈവദാസന്മാരെ, എത്രയോ സുവിശേഷകർ ഉള്ള സ്ഥലത്ത് ഫലങ്ങൾ കാണുവാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ പരസ്പരം എന്തിനെങ്കിലുമൊക്കെ വഴക്കടിക്കേണ്ട. വലിയ കൊയ്ത്തുണ്ട്, വലിയ അവസരങ്ങളുണ്ട്. നിങ്ങൾ ഇവിടേക്ക് വരിക, ബീഹാറിലേക്ക് വരിക, വലിയ അവസരങ്ങളുണ്ട് എന്ന് ഞാൻ എൻ്റെ സ്നേഹിതരോട്, സുവിശേഷകരോട് പറഞ്ഞുവെന്ന് താൻ പറഞ്ഞു. ഇന്ന് അവരോടൊപ്പം നിൽക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. എത്ര അത്ഭുതകരമായ പ്രവർത്തികളാണ് ദൈവം ചെയ്യുന്നത്. ഒരു പോലീസ് ഓഫീസറും ഒരു റൗഡിയും ഒരേ സ്റ്റേഷനിലേത്, അവർ രണ്ടുപേരും ഇതാ ഒരു സ്ഥലത്ത് സുവിശേഷകരായി. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. നമുക്കും സുവിശേഷീകരണമെന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി, ലോകത്തിലെ ഏറ്റവും അത്യാവശ്യമുള്ള പ്രവൃത്തി, ലോകത്തിലെ ഏറ്റവും പ്രതിഫലമുള്ള പ്രവൃത്തി, ലോകത്തിലെ ഏറ്റവും അർജൻ്റായിട്ട് ചെയ്യേണ്ട പ്രവൃത്തി, ആ ഉത്തരവാദിത്തം നമുക്കും ഏറ്റെടുക്കാം. ഒരു പോലീസ് ഓഫീസർ ആയി അറിയപ്പെടുന്നതിനേക്കാൾ ഒരു റൗഡിയായി അറിയപ്പെടുന്നതിനേക്കാൾ, ലോകത്തിലെ മറ്റ് ഏത് പേരിലും അറിയപ്പെടുന്നതിനേക്കാൾ എത്രയോ ആദരണീയമായ, സ്വർഗത്തിൽ ആദരവ് ലഭിക്കുന്ന പേരാണ്, ഉത്തരവാദിത്തമാണ്, ചുമതലയാണ് സുവിശേഷകൻ്റേത്. നമുക്കും ആ ചുമതല ഏറ്റെടുക്കാം. God bless.